ചേട്ടാ ഈ വീഡിയോയുടെ പ്ലസ് എപ്പിസോഡ് ഇടുമോ പ്ലീസ്? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 93 പ്ലസ് എപ്പിസോഡ് റിയാക്ട് ചെയ്തിട്ട് വരാം. നന്നായിട്ട് പ്ലസ് എപ്പിസോഡ് തുടങ്ങിയത് നോറേനെ കുറ്റം പറയുന്ന ജാനു, അഭിഷേക്, ജിൻഡോ, ഋഷി ഗ്യാങ്ങിനെ കാണിച്ചിട്ടാണ്. ചോദിച്ചു വാങ്ങിയതാ. ഓ ചോദിച്ചു വാങ്ങിയതാ. അതോടെ തീർന്നു. പിന്നെ നിലത്തിരുന്നിട്ട് മറ്റേ സാധനം പറക്കണ്ട. അൻസിബ് കൊടുത്തപ്പോഴേ തീർന്നേ. അൻസിബ് ആദ്യം പോയില്ല. അതെനിക്ക് മനസ്സിലായി. അതോടെ എന്റെ പൊന്നു ഋഷി, ആ നോറ വീട്ടിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും. ഫിനാലേക്ക് റീ എൻട്രി ഉണ്ട്, നീ ഒന്ന് സൂക്ഷിച്ചോ. സാഹസിക സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് ബിഗ് ബോസ് എല്ലാവരെയും മുറ്റത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലെ സാഹസികമായിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റിനെ പറ്റി പങ്കുവെക്കാൻ. കേൾക്കുന്നവർക്കും തോന്നണം, പക്ഷെ കേട്ടാ വിശ്വസിക്കണതായിരിക്കണോട്ടാ. എല്ലാവരും നല്ല തള്ളുകളാണ്. ചിന്ത പറയണേ, എല്ലാരോടും നല്ല തള്ളു തള്ളാനാ ബിഗ് ബോസ് പറഞ്ഞത്. ജാൻമോണിയാണ് ആദ്യം സ്റ്റോറി പറഞ്ഞത്. ജാൻമോണി പറഞ്ഞത് സാഹസിക സംഭവങ്ങളൊന്നുമല്ല, ജാൻമോണിയുടെ പ്രേതകഥ. ഫസ്റ്റ് ദിവസം ഞാൻ കണ്ടു, കഴിഞ്ഞിട്ട് എന്റെ അസിസ്റ്റന്റ് കണ്ടു. ജാനു, നിനക്ക് അസിസ്റ്റന്റ് ഉണ്ടോ? ജാനു ഒരു സംഭവം തന്നെ. ആരാ വരും, എല്ലാവരും കാണാൻ പറ്റും. എല്ലാവരും ആരാ വരും, ആ വീട്ടിലേക്ക് കയറും. ജാനു പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാനുവിന് ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ഫ്ലാറ്റിൽ ജാനു താമസിച്ചുകൊണ്ടിരുന്നപ്പോ ജാനു ഒരു രൂപത്തിനെ എപ്പോഴും കാണും. ജാനുവിന്റെ അസിസ്റ്റന്റും കാണും. ആ ഫ്ലാറ്റിൽ ആരൊക്കെ വന്നാലും അവരൊക്കെ അതിനെ കാണും. എന്റെ 15. പിന്നെ ജാനു 1 കണ്ടത് 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി, അങ്ങനെ 15 പേരെ ജാനു കണ്ടു. ഞാൻ ഒരു 3.5 years ഞാൻ ആ വീട്ടിലുണ്ട്. അങ്ങനെ 3.5 കൊല്ലം ജാനു ഈ 15 പ്രേതങ്ങളുടെ കൂടിയാണ് ജീവിച്ചതെന്ന്. സോ എൻഡ് ഓഫ് ദ മൊമെന്റ് ഐ ലെഫ്റ്റ് ദ ഫ്ലാറ്റ്. ജാനു ആൻഡ് 15 ഗോസ്റ്റ്. ഋഷി പറയാ ജാനു ആൻഡ് 15 ഗോസ്റ്റ്. ആ കറക്റ്റ്, ആ ഹൗസ് ഇപ്പൊ ഹോണ്ടഡ് ഹൗസ് ആയി. അത് ഹോണ്ടഡ് ഫ്ലാറ്റ് ആയ. ഞാൻ പറഞ്ഞില്ലേ, ആ ഫ്ലാറ്റിന്റെ വില ഇടിഞ്ഞു. സത്യമേവ ജയത എന്ന് പറഞ്ഞ പടം ഷൂട്ട് കൊച്ചിയിൽ നടക്കുക. യമുന ചേച്ചി കൊച്ചിയിൽ സിനിമാ സെറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. അപ്പൊ ട്രെയിൻ ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു പറഞ്ഞു, ഐശ്വര്യ എന്ന് പറയുന്ന നടിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലത്തേക്ക് ഒരു വണ്ടി പോകുന്നുണ്ട്. ഇപ്പൊ യമുന ചേച്ചിയുടെ വീട് കൊല്ലമല്ലേ, വേണമെങ്കിൽ ഈ കാറിൽ പൊക്കോ. കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പോകാമല്ലോ. കേട്ട വാതി കേൾക്കാത്ത വാതി യമുന ചേച്ചിയും ഡാഡിയും കൂടി ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കാറിൽ കയറി പുറപ്പെട്ടു. ഇതിനു മുമ്പേ സുമോ ഇങ്ങനെ മറിയ പോകുന്ന വഴി വണ്ടി ആക്സിഡന്റ് ആയി. 3 കരണം മറിഞ്ഞു. 3 മറിഞ്ഞോ? ചില്ലൊക്കെ പൊട്ടി. തല കുത്തന വന്ന് ലെഫ്റ്റിലേക്ക് വണ്ടി തല കുത്തന നിന്നു. ലെഫ്റ്റിലേക്ക് മറിഞ്ഞു. ഓക്കെ. അപ്പോഴത്തേക്ക് രാത്രിയാ, ഒരു കുറെ ഇരുട്ടാണ്. അപ്പൊ 2-3 രാത്രി പിന്നെ നല്ല വെട്ടമായിരിക്കും. അവർ ഓടി വന്നു ഈ സൗണ്ടൊക്കെ കേട്ടിട്ട്. പറയുന്നത് നമുക്ക് കേൾക്കാം. എല്ലാരും തീർന്നു. തീർന്നു. അത് മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും സ്ഥിരം പറയുന്ന ഡയലോഗാ. എല്ലാരും തീർന്നു എന്നുള്ള രീതിയിൽ. കാരണം ഫുൾ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചെതറി. അത് മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും സ്ഥിരം പറയുന്ന ഡയലോഗാ. ആ വണ്ടിയുടെ ഇടി കണ്ടിട്ട് ആള് തീർന്നുണ്ടാവും. എന്റെ ഡാഡിയെ കാണാനില്ല. അങ്ങനെ യമുന ചേച്ചിനെ രക്ഷപ്പെടുത്തി. ഡാഡിനെ മാത്രം കാണാനില്ല. ഒടുവിൽ ഡാഡിനെ വലിച്ച് പുറത്തിട്ടു. റൈറ്റിലേക്കാണ് നമ്മൾ വണ്ടി മറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ യമുന ചേച്ചി പറയാണ്, ഈ കാറ് ലെഫ്റ്റിലേക്ക് വീണത് നന്നായി, റൈറ്റിലേക്ക് എങ്ങാനും വീണിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഒരു KSRTC ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു, ഞങ്ങൾ തീർന്നു. വണ്ടി തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് അങ്ങോട്ട് മറിഞ്ഞിരുന്നെങ്കിൽ ഇവരാരും കിട്ടത്തില്ലായിരുന്നു. അത് ഏതെങ്കിലും ഡ്രൈവർ അവരുടെ സൈഡിലേക്ക് വണ്ടി മറിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആക്സിഡന്റ് ഇങ്ങനെ ഫീൽ ചെയ്യുക വണ്ടി മറിയുന്നത്. അതൊരു അടുത്തത് നമ്മുടെ ഋഷിയുടെ ആക്സിഡന്റ് സ്റ്റോറിയാണ്. അച്ഛൻ ഇങ്ങനെ ഓടിച്ചു വന്ന് നമ്മൾ വൈറ്റിലെത്തി, എറണാകുളത്തെത്തി. ഋഷിയും ഫാമിലിയും പാലക്കാട് നിന്ന് എറണാകുളത്തുള്ള വീട്ടിലേക്ക് വരായിരുന്നു. അപ്പൊ തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ വണ്ടി ഓടിച്ച് ലാസ്റ്റ് വൈറ്റിലെത്തി. വൈറ്റിലേന്ന് 5 മിനിറ്റും കൂടി ഉള്ളൂ ഋഷിയുടെ വീട്ടിലേക്ക്. അപ്പൊ എല്ലാവരും തട്ടുകടയിലൊക്കെ കയറി ഫുഡൊക്കെ അടിച്ച് തിരിച്ച് വണ്ടി കയറിയപ്പോ ഋഷിയുടെ ഫാദർ ചോദിച്ചു, ഒരു 5 മിനിറ്റ് കിടന്ന് ഉറങ്ങിയിട്ട് പോയാൽ മതിയോ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. അമ്മ പറഞ്ഞു, എന്തിനാ 5 മിനിറ്റ് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാലോ. ഫാദർ പറഞ്ഞു, ഓടിക്കാം. ഓടിച്ചിങ്ങോട്ട് പോയ വഴി കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി കിടന്നുറങ്ങി. ഒരു സ്പീഡ് പോകുമ്പോ പെട്ടെന്ന് ഒരൊറ്റ വിടല്ല അച്ഛൻ ഉറങ്ങി. കാറ് ഇങ്ങനെ തിരിഞ്ഞ് ഒരു പാണ്ടിലോറി വന്ന് ഇടിച്ച് മൊത്തം സീനായി. അച്ഛന്റെ നെഞ്ചത്തോട്ട് സ്റ്റിയറിംഗ് ഇടിച്ചങ്ങ് കയറി. ഫാദറിന്റെ നെഞ്ചിലേക്ക് സ്റ്റിയറിംഗ് വന്നു. ഋഷിയുടെ ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇത്ര നീര് വന്ന് ചോരയൊക്കെ വന്നു. അമ്മയുടെ വായ ഇവിടെ ഇങ്ങനെ കീറിപ്പോയി. 18 സ്റ്റിച്ചൊക്കെ ഇട്ടു എന്നാണ് ഋഷി പറയണത്. പിന്നെ അനിയന്മാർക്കൊന്നും പറ്റിയില്ല, അതെന്തോ ഭാഗ്യം. അല്ലേ, ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഇടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പൊ ഋഷി പറയണേ, ഞാനിങ്ങനെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, കാർ ഇടിച്ചാൽ നെക്സ്റ്റ് ടൈം പൊട്ടിത്തെറിയ. ഞാൻ വേഗം കാറിൽ നിന്ന് ചാടി ഇറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ നോക്കിക്ക, കാറ് പൊട്ടിത്തെറിക്കണ്ടോന്ന് നോക്കിയിട്ട്. ഏത് അമ്മ അച്ഛനെ കയ്യിൽ കിടക്കാം. ഞാൻ അപ്പുറത്ത് പോയി ഇരുന്ന് എന്നിട്ട് നോക്കുക, എനിക്ക് ബോധമില്ല, അമ്മമാരി ഇടി. ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ. ഹിന്ദുസിന്റെ കല്യാണത്തിലെ തലേദിവസമല്ലേ പച്ചക്കറി അരിയില് കാര്യങ്ങൾ. അത് അടുത്ത നമ്മുടെ ജിൻഡോന്റെ സ്റ്റോറിയാണ്. ചാലക്കുടിയിലാണ് ഞാൻ എൻ്റെ ജിമ്മ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ജിൻഡോ ഒന്ന് ചാലക്കുടിയിൽ ഒരു ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം.
അതാ ചാലക്കുടി. ഈ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് വെളുപ്പിന് അങ്ങോട്ട് പോവാണ്. അപ്പൊ ജിൻഡോ കാലടിന്നാന്ന് തോന്നുന്നു കൂട്ടുകാരന്റെ കല്യാണത്തിന്റെ തലേദിവസം പച്ചക്കറി അരിയാൻ പോയിട്ട് തിരിച്ച് ജോലി സ്ഥലത്ത് ചാലക്കുടിയിലേക്ക് വരായിരുന്നു. പോണ സമയത്ത് കറക്റ്റ് ചാലക്കുടി തന്നെ സമയത്ത് ഒരു സൈസ് കൊക്ക പോലത്തെ സ്ഥലമുണ്ട് അവിടെ. അപ്പൊ വരുന്ന വഴി ജിൻഡോ ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ വരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോ അതടാ ഒരു പാണ്ടിലോറി ജിൻഡോനെ ലക്ഷ്യമിട്ട് വരുന്നു. ജിൻഡോ നോക്കിയപ്പോ ഒരു സൈഡിൽ കൊക്ക, ഒരു സൈഡിൽ പാണ്ടിലോറി. അല്ലെങ്കിൽ നമ്മൾ കൊക്കയിലേക്ക് പോകണം, രണ്ടിലൊന്നും നടക്കുള്ളൂ. പാണ്ടിലോറിക്ക് അട വെക്കുന്നതിനും ഭേദം കൊക്കയാണെന്നും പറഞ്ഞുകൊണ്ട് ജിൻഡോ കൊക്കയിലേക്ക് വണ്ടി വെട്ടിച്ച്. മരത്തമ്മ ഇടി കൊടുത്തിട്ട് ഞാൻ ശരിക്കും തറച്ചു പോയി. താഴേക്ക് പോണ വലിയ കൊക്കയല്ല, അങ്ങനെ ഊർന്ന് പോണ. അപ്പൊ നമ്മള് കൊക്കയാന്ന് പറയുമ്പോ ഞാൻ ആലോചിച്ചു, ചാലക്കുടിയിലേക്ക് വരുന്ന വഴി അവിടെ കൊക്ക. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഊർന്നിറങ്ങുന്ന താഴ്ന്ന പ്രദേശം, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. പാറയും അത്യാവശ്യം തെളിയും അങ്ങനെ എല്ലാം ഉണ്ട്. നിലത്ത് ജാസ്മിൻ, ഇതൊക്കെ സത്യമാണോ ജിൻഡപ്പ? പാറ വലിയൊരു പാറ കണേൻ്റെ അടുത്തൊന്നും ഞാൻ വീഴണത്. ജിൻഡപ്പ ഇതൊക്കെ ഉള്ളതാണോ? എൻ്റെ വണ്ടി മരത്തമ്മ ഇടിച്ചിട്ട് അവിടുന്ന് ടിക് 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 അതിപ്പോ ജിൻഡോ പറയണ, ജിൻഡോ വീണ് ഇങ്ങനെ തലിടിയാൻ പോയപ്പോ നോക്കിയപ്പോ ജിൻഡോന്റെ വണ്ടി മരത്തും ഇടിച്ചിട്ട് ടക്ക് 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 എന്ന് വരുന്നത്. ഇരുട്ടത്ത് ഇതൊക്കെ കണ്ടോടെ? ഞാൻ മഞ്ഞ സ്ഥലത്തേക്ക് എൻ്റെ മേത്തേക്ക് വീഴാൻ പോണ സിറ്റുവേഷൻ. എന്തെങ്കിലും ആവട്ടെ, ഇതൊക്കെ നമുക്ക് ഒരുവിധം വിശ്വസിക്കാം. ബാക്കി പറ. ഇങ്ങനെ അപ്പൊ അതുപോലെ പിടിച്ച് നമ്മൾ മുകളിലേക്ക് കയറി. അപ്പൊ പാമ്പ് കൊത്തണ്ടാന്ന് വെച്ചിട്ട് ആ പാടം പോലുള്ള കാട്ടിൽ നിന്നും ജിൻഡോ വള്ളിയുമ പിടിച്ച് കേറി റോഡിലെത്തി. കുറെ വണ്ടികൾക്ക് കൈകാട്ടി. അപ്പൊ ചോരയിൽ കുളിച്ച് നിൽക്കണേ. റോഡിലെത്തിയിട്ട് ജിൻഡോ വണ്ടിക്ക് കൈ കാണിക്കുക, എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോകുന്നു. അപ്പൊ ചോരയിൽ കുളിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആരും വണ്ടി നിർത്തിയില്ല. അപ്പുറത്തേക്ക് നീ ഒരു വീടുണ്ട്, എന്നാ വീട്ടിൽ കയറിയിട്ടെന്ന് ജിൻഡോ വിചാരിച്ചെന്ന് തൊട്ടടുത്തൊരു വീടുണ്ട്, അവിടെ പോയി സഹായം ചോദിക്കാന്നും പറഞ്ഞ് അങ്ങോട്ട് നടന്ന് തുറന്ന് ബെല്ലടിമേക്കും വലിയൊരു പട്ടി ഓ എന്ന് പറഞ്ഞ് ചാടി അങ്ങോട്ട് നടന്ന് ഗേറ്റ് തുറന്നതും ദേണ്ട്ര ഓടി വരുന്ന പട്ടി ഓ എന്ന് പറഞ്ഞ് ചാടി വീണ് ഇറങ്ങിയൊരൊറ്റ ഓട്ടാണ്. ഇത് നമ്മുടെ ദിലീപേട്ടന്റെ പടം. എനിക്ക് വീണ്ടും ഞാൻ ഇറങ്ങാൻ പിടിച്ച് ആ വണ്ടിയുടെ അടുത്ത് പോയി. അത് കഴിഞ്ഞ് ജിൻഡോ തിരിച്ചു വന്നിട്ട് എന്നാ റോട്ടിൽ നിന്ന് പോറടിച്ച് എന്നാ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് തന്നെ പോയി കിടക്കാന്നും പറഞ്ഞോണ്ട് ഈ കൊക്കയിലേക്ക് പിന്നെയും എടുത്ത് ചാടിയെന്ന്. ഇങ്ങനെ കിടക്കുക. അപ്പൊ നേരം വെളുക്കുമ്പോൾ നമ്മൾ കാണുന്ന സീൻ എന്താണെന്ന് അറിയാം. ഇങ്ങനെ കിടക്കുക, മുകളിലേക്ക് വിളിച്ചു പറയാ ചത്തട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ജിൻഡോ കണ്ണു തുറക്കുമ്പോ ജിൻഡോന്റെ മുഖത്തിന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ വന്ന് നിൽക്കുക, ചത്തട്ടില്ല എന്നും പറഞ്ഞു വിളിച്ചു പറയാ ചത്തട്ടില്ല. ഇത് കേട്ടിരുന്ന ഞാനും ചത്തട്ടില്ല ജിൻഡപ്പ. എൻ്റെ അങ്കിളുടെ കമ്പനിയാണ് മാസ്ക് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് സർജിക്കൽ. ഇനി നമുക്ക് അഭിഷേകിന്റെ സ്റ്റോറി കേൾക്കാം. അപ്പോൾ കേരളത്തിലെങ്ങാണ്ട് ഒരു കേസ് അങ്ങോട്ട് കോവിഡ് കേസ് 1-2 കേസ്. അഭിഷേക് സിനിമാഭിനയത്തിന്റെ ഇടയ്ക്ക് ഒരു ജോലിക്ക് പോയ കാലം. തമിഴ്നാട്ടിൽ കേസില്ല. അപ്പോൾ ഞങ്ങളുടെ കോയമ്പത്തൂരിലെ അങ്കിളിന്റെ മാസ്കിന്റെ കമ്പനിയിലാണ് നമ്മുടെ അഭിഷേക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് മാസ്കിന് വൻ ഡിമാൻഡാണ്, കാരണം കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. കേരളത്തിൽ 1-2 കേസ് വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ കേസൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇന്ന് തൊട്ട് ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ ഫുഡെല്ലാം വെളിയിൽ നിന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അടച്ചു കഴിഞ്ഞാൽ പട്ടിണിയായി പോകും. അഭിഷേക് നോക്കിയപ്പോൾ ഇവിടെ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പട്ടിണിയാവും. എന്നാ വീട്ടിലേക്ക് പോകാന്നും പറഞ്ഞ് കാർ എടുത്ത് ഇറങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കിള് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ബോർഡർ എത്തുമ്പോൾ ചിലപ്പോൾ ട്രാപ്പ് ആവും, അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് നിങ്ങൾ 2 പാക്കറ്റ് മാസ്ക് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകും. പാക്കറ്റ് മാസ്ക് എടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരോട് പറഞ്ഞാൽ മതി. എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിലെത്തി അഭിഷേകിനോട് കൂട്ടുകാരനും പോലീസുകാരും ചോദിച്ചു, എന്നടാ തമ്പി നിനക്ക് എണ്ണ വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾ കേരള പറഞ്ഞപ്പോ അഭിഷേക് പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്ന് വരാന്ന് പറഞ്ഞപ്പോഴേക്കും പോലീസുകാര് മുണ്ടും പൊക്കി ഓടി എന്നാണ് അഭിഷേക് പറയുന്നത്. അതിലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഓട്ടം ഞാനെന്റെ ഓടി, എല്ലാരും ഓടി, പോലീസുകാരെല്ലാം ഓടി. അങ്ങ് ദൂരെ ഒളിച്ച് അഭിഷേകിനോട് എന്താ പട്ടീനെ ഓടിക്കുന്നത് കേരള. ഞാൻ 3 മാസമായിട്ട് കോയമ്പത്തൂരിലെ. അങ്ങനെ ദൂരെ നിന്നൊരു പോലീസുകാരി അഭിഷേകിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇവിടെ കോയമ്പത്തൂർ തന്നെയാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ മാസ്ക് തരാൻ പറഞ്ഞു. അപ്പൊ മാസ്ക് ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ മാസ്കിനൊന്നും ഡിമാൻഡ് ആണല്ലോ. അതിലെന്നെ മാസ്ക് പോട്, മാസ്കിന് ഭയങ്കര ഡിമാൻഡാ, അത് ഇട്ട് കൊടുത്തു. അങ്ങനെ അവരാ മാസ്ക് ഒക്കെ എടുത്ത് വെച്ച് സാനിറ്റൈസർ ഒക്കെ ഇട്ട് കൈയൊക്കെ തുടച്ചിട്ട് ദൂരെ നിന്ന് തന്നെ പറഞ്ഞു, എന്റെ ഫോൺ നമ്പർ തരാം, ബോർഡറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം വിളിച്ചാൽ മതി, ഞാൻ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാം, വേഗം കേരളത്തിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വിളിച്ചാൽ മതി, ഇനി ഇവിടെ നിൽക്കേണ്ട പൊക്കോളം പറഞ്ഞു. അങ്ങനെ 7 മണിക്കൂറിൽ കോയമ്പത്തൂരിൽ നിന്ന് വീട്ടിലെത്തേണ്ട അഭിഷേക് 3.5 മണിക്കൂറിൽ വീട്ടിലെത്തി. 6-7 മണിക്കൂറിന് എത്തേണ്ടത് ഞാൻ 3.5 മണിക്കൂറിലെത്തി. 2 മണിക്കൂറിൽ എറണാകുളം എത്തിയോ? 2 മണിക്കൂറിനുള്ളിൽ ഞാൻ എറണാകുളം എത്തി. എറണാകുളത്തുനിന്ന് എന്റെ വീട്ടിൽ 1-1.25 മണിക്കൂറിലെത്തി. 2 മണിക്കൂറിൽ അഭിഷേക് എറണാകുളം എത്തി എന്നാണ് പറയുന്നത്. അതായത് കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു 150 കിലോമീറ്റർ, ഒരു 90 പിടിച്ചാൽ തന്നെ നൈറ്റ് വണ്ടി ഓടിച്ചാൽ എത്താവുന്നതാണ്. ശരിയായിരിക്കും, അത്രയ്ക്ക് സ്പീഡ് പറക്കുമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് 1.5 മണിക്കൂർ എടുത്തു വീട്ടിലെത്താൻ. അതെന്താടേ, പിന്നെയും 200 കിലോമീറ്റർ ട്രാവൽ ചെയ്യണ്ടോ? 2018 പ്രളയം. അപ്പൊ ഞാൻ
അടുത്ത നമ്മുടെ അർജുന്റെ സ്റ്റോറിയാണ്. അർജുന്റെ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു പ്രളയ കഥയാണ്. കോട്ടയത്തായിരുന്നു. അപ്പം കോട്ടയത്തെ ചവിട്ടുവരി എന്ന് പറയും. അപ്പൊ അർജുന്റെ ഫാദർ ഗവൺമെന്റിൽ എന്തോ വർക്ക് ചെയ്യണേന്ന് തോന്നുന്നു. അപ്പൊ അർജുനൊക്കെ 2018 കോട്ടയത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്, വീടൊക്കെ പൊക്കിയാണ് പണിതുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ വെള്ളം കയറി വന്നപ്പോൾ 2018 തിരി വെള്ളം കൂടുതൽ വന്നു. ഇതിന്റെ അകത്ത് വെള്ളം കയറുന്ന പറഞ്ഞാൽ മുറ്റത്ത് 6 അടി വെള്ളം കാണും. നമുക്ക് വീടിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയാൽ തന്നെ 6 അടി വെള്ളമുണ്ട്. അപ്പൊ അവിടെ നിന്ന് നടന്നു പോകാൻ പറ്റില്ല. ചേട്ടന്മാരെല്ലാം അവിടെ വള്ളത്തെ വന്നു. വള്ളത്തിൽ ഇങ്ങനെ അർജുനും ഇവരെല്ലാവരും കൂടി വീടിന്റെ ഉള്ളിൽ ഇരുന്ന് വള്ളത്തിൽ ഓരോരുത്തർ വന്ന് ഇവരെ രക്ഷപ്പെടുത്തി. നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓഫീസുകളുണ്ട്, ഗവൺമെന്റ് ഓഫീസുകളുണ്ട്. അങ്ങനെ അർജുനും അർജുന്റെ ഫാദറും അർജുന്റെ അമ്മയും ഗവൺമെന്റിന്റെ ഒരു ഓഫീസിൽ പെട്ടുപോയി. 4 ദിവസം അവരവിടെ കിടന്നു. ഫുള്ള് അപ്പം അടുക്കളയിലൊക്കെ പാമ്പൊക്കെ, ചത്ത പാമ്പുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്ന് വീട് തുറന്നപ്പോ പാമ്പ്, ജീവനുള്ള പാമ്പ്, ചത്ത പാമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഇതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. കാരണം നമ്മളുടെ ഇവിടെയും പ്രളയം വന്നിട്ടുണ്ട്. ഞാനും ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ വെള്ളം കയറിയില്ല എങ്കിലും നമ്മുടെ ചുറ്റുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ വലിയ അഡ്വഞ്ചർ സ്റ്റോറി ഒന്നും ഇല്ല. നമുക്ക് ജാസ്മിന്റെ സ്റ്റോറി കേട്ടിട്ട് പണ്ട് തൊട്ട് ഞാൻ ഭയങ്കര കുരുത്തക്കേട് കാണിച്ച് ഇപ്പോഴും കുറവൊന്നുമില്ല. ഓ, കുരുത്തക്കേട് അന്നും ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ചെറുക്കനുണ്ടായിരുന്നു. അപ്പൊ ചെറുക്കനും ഉണ്ടാ? അത് ശരി. ആ ചെറുക്കൻ ഇല്ലെങ്കിൽ ഞാൻ ഒരു പെങ്കൊച്ചിൻ്റെ കൂടെ പോകുന്നത്. അപ്പൊ ജാസ്മിന്റെ സ്റ്റോറി എന്നിട്ട് ജാസ്മിനും ജാസ്മിന്റെ കൂട്ടുകാരും കൂടി പള്ളിയിലേക്ക് നടന്നു പോവായിരുന്നു. അപ്പൊ കൂട്ടുകാരി റോഡിന്റെ നടുക്കോടെയാണ് പോയത്, ജാസ്മിൻ സൈഡിൽ കൂടെയാണ് പോയത്. പെട്ടെന്ന് കൂട്ടുകാരിനെ വണ്ടി ഇടിക്കാൻ വന്നപ്പോ ജാസ്മിൻ കൂട്ടുകാരനെ പിടിച്ച് ഇങ്ങോട്ട് വെച്ചപ്പോ ജാസ്മിൻ അവിടെ ആയിപ്പോയി. അപ്പൊ ബൈക്ക് വന്ന് എന്നെ ചെറുതായിട്ടും തട്ടിയുള്ളൂ, വലുതായിട്ടും തട്ടിയില്ല. അങ്ങനെ വണ്ടി വന്ന് ജാസ്മിനെ തട്ടി. ജാസ്മിന്റെ കയ്യും കാലൊക്കെ മുറിഞ്ഞു. ജാസ്മിനെ ഏതൊരു ഇത്ത കൊണ്ടുപോയി അവിടെ കിടത്തി കൊണ്ടൊക്കെ പോയി. അയ്യോ ജാഫറിന്റെ മോള് തീർന്നു എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിലൊക്കെ ജാഫറിന്റെ മോള് തീർന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ജാസ്മിന്റെ അമ്മ വന്നിട്ട് തുടയ്ക്കുന്നതിന്റെ കൂടെ തന്നെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ജാസ്മിന്റെ മുറിവൊക്കെ തുടയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് നല്ല അടിയും കൊടുത്തു. ഇതാണ് ജാസ്മിന്റെ സ്റ്റോറി. 10, 11 അത്ര വയസ്സേ ഉള്ളൂ, ചെറിയ വെച്ചാ ഞാൻ. 11 വയസ്സായിരുന്നപ്പോ പക്ഷെ എന്റെ വീട്ടുകാരും വിശ്വസിച്ചിട്ടില്ല, ആരും വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴും ആരും വിശ്വസിക്കല്ല. പിന്നല്ല വെക്കേഷന് ചെറുപ്പത്തില് പാലക്കാട് അവിടെ ശ്രീതുന്റെ സ്റ്റോറി കേൾക്കാം. ശ്രീതു പാലക്കാടുള്ള വീട്ടിൽ പോയി കിടക്കാണ്. അപ്പൊ നമ്മൾ ഈ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോ ഒരു പായ ഇങ്ങനെ വിരിച്ചിട്ട് എല്ലാരും ഇങ്ങനെ നിരന്ന് അങ്ങോട്ട് കിടക്കുക. അപ്പൊ അതേപോലെ ശ്രീതു ഇങ്ങനെ കിടക്കാണ്. അപ്പൊ രാത്രി ആയപ്പോ ശ്രീതുവിന് ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് എൻറ്റു. അമ്മേനെ വിളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൈ തോണ്ടിയപ്പോ അതറാ നിക്കണ് ജനലൊക്കെ ഒരു രൂപം, ഒരു എന്തോ ഒരു ഉരുവം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇത് കണ്ട വഴി ശ്രീതുവിന് സൗണ്ടും മഞ്ഞില്ല, ഒന്നും മഞ്ഞില്ല. ശ്രീതു അങ്ങനെ തന്നെ കിടന്നുറങ്ങി. പെട്ടെന്ന് പിന്നും തിരിഞ്ഞ് ഞാൻ കിടന്ന് കാലത്ത് വന്നിട്ട് ഞാൻ വന്നിട്ട് അവിടെ വന്നിട്ട് എന്റെ കസിൻ ഉണ്ട് അർജുൻ അശ്വിൻ പറഞ്ഞിട്ട് രാവിലെ എനിക്ക് ശ്രീതു ഈ രൂപത്തിനെ നോക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോയി. അപ്പൊ അന്നുണ്ടേ അർജുൻ അവിടെ. അവനെ കൊണ്ട് വലിയ ശല്യമായില്ല. എന്റെ പൊളി ഇതുണ്ട്, വറയുണ്ട്. ഇവിടെ ഒരു 3 മാറൽ, ഇവിടെ ഒരു 3 മാന്തൽ. അപ്പൊ ആ ചുമരുമ്മ ഇങ്ങനെ 3 വിരലിന്റെ പാടുണ്ടെന്നാണ് ശ്രീതു പറയണേ. മനുഷ്യനാണെങ്കിൽ 5 വിരലല്ലേ ഉണ്ടാവുക, 3 അല്ലല്ലോ. 3 എണ്ണത്തിന്റെ പാടേ ഉള്ളൂ. അപ്പൊ അത് മനുഷ്യനാണോ അല്ല അന്യഗ്രഹ ജീവിയാണോ എന്ന് ശ്രീതുവിന് ഇപ്പോഴും അറിയില്ല. അപ്പൊ എനിക്ക് ഇപ്പൊ വரைக்கும் അത് അറിയുന്നില്ല. അത് ഒരു മനുഷ്യനായിരുന്ന ഒരു 5 വിരലുണ്ടാവണം. ചുരുക്കി പറഞ്ഞ് ഇവരെയൊക്കെ ഒളിഞ്ഞു നോക്കാൻ വന്ന ഒരുത്തൻ. അതിൽ കൂടുതൽ ഡെക്കറേഷന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ വரைக்கும் പുരിയാതെ പുതിരായിട്ടുണ്ട് അത്. അപ്പോ ഇതായിരുന്നു നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പൊ ഉള്ള കണ്ടസ്റ്റൻസിന്റെ അഡ്വഞ്ചർ സ്റ്റോറി. ചിലതൊക്കെ തള്ളാന്ന് തോന്നിയെങ്കിലും ഒരു രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ. നമുക്ക് ഇങ്ങനെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ